നഗര സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നടത്തില്ല. തുടർന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്കാകെ എന്നതുപോലെ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പിന്തുണയും സഹായവും തുടരും. കേരളത്തിൻ്റെ തനതായ ജനകീയ രാഷ്ട്രീയവും പങ്കാളിത്ത വികസന മാതൃകയും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലാണ് നഗരനയം ആവിഷ്കരിച്ചിട്ടുള്ളത്. നഗരവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് ഉയർന്നു വരുന്ന വെല്ലുവിളികൾ മാത്രമല്ല, സാധ്യതകളുമുണ്ട്. ഇപ്പോൾ ലോകത്താകെ കാണുന്നൊരു പ്രത്യേകത, ഓരോ രാജ്യത്തിൻ്റെയും മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലേക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്നത് നഗരങ്ങളാണ് എന്നതാണ്. ഇപ്പോൾ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സാധ്യത നഗരവൽക്കരണം തുറന്നിടുന്നുണ്ട്. സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തികളാക്കി, അതുപോലെ വളർച്ചാ കേന്ദ്രങ്ങളുമാക്കി നഗരങ്ങളെ മാറ്റി തീർക്കുക എന്നതിനാണ് നയം ഊന്നൽ നൽകുന്ന ഒരു കാര്യം. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ മാർഗരേഖയിൽ പ്രാദേശിക സാമ്പത്തിക വികസനത്തിനുള്ള ഊന്നൽ സംസ്ഥാന ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ പിന്മാറിക്കൊണ്ടുള്ള പ്രാദേശിക സാമ്പത്തിക വികസനമല്ല, സർക്കാരും നഗരസഭകളും കൂട്ടായി ചേർന്ന് നഗരവളർച്ചയുടെ സാധ്യതകൾ ഉപയോഗിക്കുക എന്നതാണ് സമീപനം. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സമീപനം എന്താണ് എന്നത് നമുക്ക് തുടർന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഏത് തരത്തിലാണ് ഇതിനെ കേന്ദ്രം സമീപിക്കുക എന്നത്. 1996 ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായി സർക്കാർ നിയമിച്ച സെൻ കമ്മിറ്റി അധികാര വികേന്ദ്രീകരണം സംബന്ധിച്ചൊരു ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സെൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേരളത്തിലെ പ്രാദേശിക ഭരണനിർവഹണത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള ജനപങ്കാളിത്തം, സുതാര്യത, കൂട്ടായ പ്രവർത്തന രീതി, സർക്കാരിൻ്റെ വിവിധ തലങ്ങൾക്കിടയിലുള്ള ചുമതലകൾ സംബന്ധിച്ച വ്യക്തത തുടങ്ങിയ സെൻ കമ്മിറ്റി അംഗീകരിച്ച തത്വങ്ങൾ തന്നെയായിരിക്കും നഗരനയത്തിൻ്റെയും മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നത്. അതായത് കേരളത്തിൻ്റെ നഗരനയം കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും ഉയർത്തിപ്പിടിക്കുന്ന നിലയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ഈ അടിസ്ഥാന മാർഗനിർദ്ദേശക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സുഗമവും തുല്യത ഉറപ്പുവരുത്തുന്നതുമായ നഗരജീവിതം യാഥാർത്ഥ്യമാക്കുക എന്നതിനാണ് നയം മുൻഗണന നൽകുന്നത്. ഉൽപ്പാദനക്ഷമതയുള്ള നവീനമായ ആശയങ്ങൾക്ക്, ഇന്നൊവേഷൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനക്ഷമമായ നഗരങ്ങളെ വിഭാവനം ചെയ്യുന്നതാണ് കേരള നഗരനയം. അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളെ നേരിടാൻ ശേഷിയുള്ള സസ്റ്റൈനബിൾ സിറ്റീസ്, സുസ്ഥിര നഗരങ്ങൾ എന്ന കാഴ്ചപ്പാടും നഗരനയം മുന്നോട്ട് വയ്ക്കുന്നു. ഈ നയത്തിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, 5 പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ പരന്നു പോകുന്ന നഗരവൽക്കരണമാണ്. ഒരു നഗരത്തിൻ്റെ വ്യാപനം എന്നതാണ്. പ്രധാന റോഡുകൾക്ക് സമാന്തരമായി നീളത്തിൽ ഒരു റിബൺ വികസനം എന്ന നിലയിലാണ് കേരളത്തിൽ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തെ കൂടുതൽ ചെലവേറിയതാക്കി മാറ്റും. ഗ്രാമങ്ങളുടെ തന്നെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. അത് പാരിസ്ഥിതികമായിട്ടുള്ള ശോഷണവും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലേക്കുള്ള കയ്യേറ്റവും വെള്ളപ്പൊക്ക സാധ്യതയുമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ജൈവ വൈവിധ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം നഗരനയം തിരിച്ചറിയുന്നുണ്ട്. പിന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി നഗരമാലിന്യം സംസ്കരിക്കുക എന്ന വെല്ലുവിളിയാണ്. ഇത് പൊതുജനാരോഗ്യ വെല്ലുവിളിയായിട്ടും വളർന്നു വരുന്ന ഒന്നാണ്. രണ്ടാമത്തെ വെല്ലുവിളിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ നഗരഭരണ സംവിധാനങ്ങളുടെ, ഇപ്പം നിലനിൽക്കുന്ന നഗരഭരണ സംവിധാനങ്ങളുടെ പരിമിതികളാണ്. ഇപ്പം നിലവിലുള്ള സംവിധാനത്തിൻ്റെ കുറവുകൾ, പൊരുത്തക്കേടുകൾ, ഇതെല്ലാം ഈ നയം തിരിച്ചറിയുന്നുണ്ട്. മറ്റ് വകുപ്പുകളും ഏജൻസികളും നഗരഭരണ
നിർവഹണത്തിൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന പോരായ്മയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക അധികാരം പൂർണ്ണമായും ലഭ്യമായിട്ടില്ല എന്നാണ് കാണുന്നത്. നിലവിലുള്ള ആസൂത്രണത്തിൻ്റെ ചട്ടക്കൂട് നഗരവികസനത്തിൻ്റെ സവിശേഷ പ്രശ്നങ്ങളെ സമഗ്രമായി മനസ്സിലാക്കി ഇടപെടാൻ പര്യാപ്തമല്ല. അപ്പോൾ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ രൂപപ്പെടുത്തിയത്. അന്ന് കേരളം ഇത്ര മാത്രം നഗരവൽക്കരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം, ദാരിദ്ര്യ ലഘൂകരണം എന്നതിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആസൂത്രണത്തിൻ്റെ ചട്ടക്കൂട് ഇതിനനുസരിച്ച് മാറേണ്ടതുണ്ട് ഈ പുതിയ സാഹചര്യത്തിനനുസരിച്ച്. 3, മനുഷ്യ സാങ്കേതിക വിഭവശേഷികളുടെ കുറവാണ്. ഇന്ന് നഗരങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ നഗരങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിഭവശേഷിയുടെ അഭാവമുണ്ട്. നഗരാസൂത്രണം ഇനിയും നഗരഭരണത്തിൻ്റെ ഭാഗമായിട്ടില്ല. നഗരാസൂത്രകരുടെ എണ്ണം വളരെ കുറവാണ്. ഇന്ന് ലഭ്യമായ GIS അടക്കമുള്ള സാങ്കേതിക സാധ്യതകൾ നഗരങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. ഡേറ്റ ഉപയോഗിക്കുന്നതിനുള്ള ശേഷി ഇനിയും ആർജിച്ചിട്ടില്ല. മാലിന്യ പരിപാലനം, നഗരാസൂത്രണം, ധനകാര്യ മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ അനിവാര്യമായി വേണ്ട പ്രൊഫഷണൽ വൈദഗ്ധ്യം നമ്മുടെ നഗരസഭകൾക്ക് ഇല്ലാതെ ലഭ്യമാക്കേണ്ടതുണ്ട്. ധനകാര്യ വിഭവ സമാഹരണത്തിലെ പരിമിതികളാണ് 4ാമത്തേത്. തനത് വിഭവ സമാഹരണത്തിൽ ഒരുപാട് പരിമിതികൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കണക്ക് നോക്കിയാൽ കേരളത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ നികുതി ഡിമാൻഡിൻ്റെ ശരാശരി 85% പിരിച്ചെടുക്കാറുണ്ട്. പക്ഷേ മുനിസിപ്പാലിറ്റികൾ വളരെ കുറവാണ്. അതിനേക്കാൾ വളരെ കുറവാണ് കോർപ്പറേഷനുകൾ. ഇപ്പോൾ സ്മാർട്ട് വരുന്നതിന് മുമ്പുള്ള കണക്ക് നോക്കിയാൽ കോർപ്പറേഷനുകൾ ഡിമാൻഡിൻ്റെ 26% പിരിച്ചെടുക്കുമായിരുന്നുള്ളൂ. 50% താഴെ മാത്രമായിരുന്നു മുനിസിപ്പാലിറ്റികളുടെ നികുതി പിരിവ്. അപ്പോൾ പിരിച്ചെടുക്കുന്നതിലുള്ള കാര്യക്ഷമതയില്ലായ്മ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ നയം പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതുമയുള്ള ധനകാര്യ മാതൃകകൾ സ്വീകരിക്കാനുള്ള കെൽപ്പ് നമ്മുടെ നഗരസഭകൾക്കില്ല എന്ന് മാത്രമല്ല, അതിനുള്ള സംവിധാനവുമില്ല. പിന്നെ മറ്റു തരത്തിലുള്ള സാമൂഹ്യ വെല്ലുവിളികൾ ഉയർന്നു വരുന്നുണ്ട്. 5ാമത്തേത്, ഇപ്പോൾ നഗരവൽക്കരണം വരുമ്പോൾ പുറത്തു നിന്നുള്ള ആളുകളുടെ വരവ് ഉണ്ടാകുന്നു. നഗരവ്യാപനവും ഗ്രാമീണ പൊതുജനാരോഗ്യ സംവിധാനം പോലെ സുശക്തമായിട്ടുള്ളൊരു സംവിധാനം നഗരമേഖലകളിൽ ഉണ്ടായിട്ടില്ല. നഗരവ്യാപനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാവേണ്ട തരത്തിൽ ശക്തമായൊരു പൊതുജനാരോഗ്യ സംവിധാനമില്ല. അപ്പോൾ നഗരമേഖലയിൽ പലതരത്തിലുള്ള പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്ന്, മുതിർന്ന പൗരന്മാരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വലിയ വർധനവ്, അത് പുതിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നഗര ജനസംഖ്യയുടെ ഗതാഗത ആവശ്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അർബൻ ട്രാൻസ്പോർട്ടേഷൻ. ഇതിനെ ഫലപ്രദമായി നേരിടുന്നതിനും സാധ്യതകളെ പരമാവധി ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സമീപനങ്ങളും ശുപാർശകളുമാണ് നയം മുന്നോട്ട് വയ്ക്കുന്നത്.